ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 22 അജാമിളോപാഖ്യാനം ശ്ലോകം 7. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയ പുനന്തി പാപം നലുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതി ദ്വയീമിതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ശ്രുതി സ്മൃതിഭ്യാം. ശ്രു സ്മൃ ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഭ്യാം നവള ചിഹ്നം ദീർഘം മുർക്കം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിഹിത നീട്ടിയിട്ട് വ്രതാദയ അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. ത ദ ആ രണ്ടക്ഷരങ്ങളും വ്യത്യാസം ശ്രദ്ധിച്ചോളൂ. ഒന്ന് ത ഒന്ന് ദ. വ്രതാദയ. പുനന്തി ന്ത ന ത എന്നാണ്. ചന്തം എന്നൊക്കെ ഉള്ളതിൻ്റെ ന്ത എന്നാണ്. പുനന്തി പാപം ന ലുനന്തി ഇവിടെ അതേപോലത്തെ ന്ത എന്നാണ്. ലുനന്തി വാസനാം ദീർഘം മൂർക്കം. അനന്തസേവ വീണ്ടും അതേ ന്ത എന്ന് വരുന്നുണ്ട്. അനന്തസേവ തു നികൃന്ദതി 4 സ്ഥലങ്ങളിൽ ഇതേ എന്താന്ന് വരുന്നുണ്ട്. ഒരേപോലത്തെ ഉച്ചാരണം തന്നെയാണ്. നികൃന്ദതി. ദ്വയീമിതി. ദ്വയീം എന്ന് നിർത്തിയിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഇതി പ്രഭോ അങ്ങനെയാണ്. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദ്വയീമിതി പ്രഭോ ചേർത്ത് ചൊല്ലുമ്പോൾ മീന്ന് വരും. ത്വത് പുരുഷ ബഭാഷിരേ. ത്വത് ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വത് പുരുഷ നീട്ടിയിട്ട് ബഭാഷിരേ. ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിലത്തെ ബ എന്നാണ്. ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ബഭാഷിരേ. പ ഫ ബ അതാണ് ബ എന്ന് ഫസ്റ്റിലത്തെ. ഭ എന്നുള്ളത് പ ഫ ബ ഭ 4ാമത്തെ ഭ. അത് ഉറപ്പിച്ച് പറയണം. ബഭാഷിരേ നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയ പുനന്തി പാപം നലുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതി ദ്വയീമിതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. അടുത്തത് 8ാമത്തെ ശ്ലോകം. അനേന ഭോജന്മസഹസ്രകോടിഭിः കൃതേഷു പാപേഷ്വപി നിഷ്കൃതി കൃതാ യദഗ്രഹീന്നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. അനേന ഭോ പ ഭ ബ ഭ 4ാമത്തെ ഭ എന്നാണ്. അത് എവിടെയായാലും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വാക്കിൻ്റെ എവിടെ വന്നാലും ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ജന്മസഹസ്രകോടിഭി ഭി എന്ന് നന്നായിട്ട് ഊന്നി പറയണം. വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. കൃതേഷു പാപേഷു അപി ചേർത്തിട്ട് പാപേഷു അപി. നിഷ്കൃതി അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. കൃതാ നീട്ടിയിട്ട് യത് അഗ്രഹീത് നാമ അത് ചേർത്ത് ചൊല്ലുമ്പോൾ യദഗ്രഹീന്നാമ ന എന്ന് ഒന്ന് ഡബിളായിട്ട് ചൊല്ലിയാൽ മതി. യദഗ്രഹീന്നാമ. ഭയാകുലോ ഭ നന്നായിട്ട് ഉറപ്പിക്കണം. ഹരേ അവിടെ വിസർഗം ചൊല്ലിയിട്ട് അടുത്ത വരി ചൊല്ലുകയാണെങ്കിൽ ഇതി പ്രഭോ എന്ന് വരും. ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ ഹരേരീതി. ത്വത് പുരുഷ ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വത് പുരുഷ ബഭാഷിരേ ഇവിടെ ഫസ്റ്റിൽ വരുന്ന ബ എന്നാണ്. അത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. 3ാമത്തെ ബ എന്നാണത്. പ ഭ ബ
ആ ബ എന്നാണിത്. അടുത്തത് നാലാമത്തെ ഭ, ബഭാഷിരേ ഊന്നി പറയാനുള്ളതാണ്. ബഭാഷിരേ നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. അനേന ഭോജന്മസഹസ്രകോടിഭിः കൃതേഷു പാപേഷ്വപി നിഷ്കൃതി കൃതാ യദഗ്രഹീന്നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.